أما الفرقة الناجية أهل السنة والجماعة ولا ينطبق هذا الوصف أهل السنة والجماعة إلا على الفرقة السلفية. السلام عليكم ورحمة الله. بسم الله الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يقول المصنف رحمه الله: ودليل العلم قوله تعالى فاعلم أنه لا إله إلا الله. ഈ ആയത്തിന്റെ തഫ്സീറിൽ അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹ്മഹുല്ലാ വിശദീകരിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട ഭാഗമാണ് കഴിഞ്ഞ മജ്‌ലിസിൽ നമ്മൾ വായിച്ചത്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ചുള്ള ഇൽമ്? ഇൽമ് എന്ന് പറഞ്ഞാൽ ലബുദ്ദ ഫീഹി മിൻ ഇഖ്റാറിൽ ഖൽബി വ മഅരിഫത്തി ബിമഅന മാ തുലിബ മിൻഹു ഇൽമു. ഏതൊരു കാര്യമാണോ ഇൽമായി നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ആ കാര്യത്തെ സംബന്ധിച്ചുള്ള ശരിയായ മഅരിഫയും മനസ്സിൽ അത് രൂഢമൂലമായി ഉറക്കുന്ന ഒരു ഇഖ്റാറും ഹൃദയത്തിൽ അത് ഉറച്ചതുമായിരിക്കണം. പിന്നെ അതിന്റെ പൂർണ്ണത എന്നുള്ളത് തമാമുഹു അൻ യഅമല ബിമുഖ്തബാഹു, അതിന്റെ മുഖ്തദയനുസരിച്ച് അമല് ചെയ്യുകയും കൂടി ചെയ്യുമ്പോഴാണ് അത് പൂർത്തിയാവുന്നത്. ഇവിടെ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് അൽ ഇൽമു ബി തൗഹീദില്ലാഹ്, അള്ളാഹുവിന്റെ തൗഹീദിനെ സംബന്ധിച്ചുള്ള ഇൽമാണ്. അത് ഇൽമിന്റെ ഇനങ്ങളുടെ കൂട്ടത്തിൽ ഫർദു ഐനിൻ അലാ കുല്ലി ഇൻസാൻ, ഫർദു ഐനായിട്ടുള്ള ഇൽമാണ്. ആര് തന്നെയായിരുന്നാലും എല്ലാ ഓരോരുത്തരും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഇൽമിൽപ്പെട്ടതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ചുള്ള തൗഹീദിനെ സംബന്ധിച്ചുള്ള ഇൽമ്. എങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് ഇൽമ് ലഭിക്കുക? അതിനുള്ള വഴികൾ എന്തൊക്കെയാണ്? വത്വരീഖു ഇലൽ ഇൽമി ബിഅന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉമൂർ. അതിൽ ആദ്യത്തേത് പറഞ്ഞു. ഏതാണത്? അഹദുഹ വല അളബുഹ തദബ്ബുറു അസ്മാഇല്ലാഹി വസിഫാത്തിഹി, തദബ്ബുറു അസ്മാഇഹി വസിഫാത്തിഹി വഅഫ്ആലിഹി അദ്ദാല്ലത്തി അലാ കമാലിഹി വഅളമത്തിഹി വജലാലിഹി. അള്ളാഹുവിന്റെ അസ്മാ വസിഫാത്തുകളെ സംബന്ധിച്ചും അവന്റെ അളമത്തിനെയും ജലാലിനെയും അവന്റെ കമാലിനെയും അറിയിക്കുന്ന അവന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും പ്രവർത്തികളെ സംബന്ധിച്ചുമുള്ള ഇൽമ് നേടലാണ് അതിൽ ഒന്നാമത്തെ വഴി. അതിനെ സംബന്ധിച്ച് ആലോചിക്കലാണ്. രണ്ടാമത്തേത് അൽ ഇൽമു ബിഅന്നഹു തആലൽ മുൻഫരിദു ബിൽ ഖൽഖി വത്തദ്ബീർ, അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിനെ സംബന്ധിച്ചുള്ള തദബ്ബുറാണ്. അവനാണ് ഖൽഖ് കൊണ്ടും തദ്ബീർ കൊണ്ടും ഏകനായിട്ടുള്ളവൻ. ആ കാര്യത്തെ സംബന്ധിച്ച്
തദബ്ബുർ ചെയ്യലാണ് തൗഹീദിനെ സംബന്ധിച്ചുള്ള ഇൽമു വർദ്ധിപ്പിക്കാനുള്ള വഴി. അസ്സാലിസ് നമ്മൾ പറഞ്ഞു മൂന്നാമത്തേത് അൽ ഇൽമു ബിഅന്നഹുൽ മുൻഫരിദു ബിന്നിഅമിൽ ളാഹിറതി വൽ ബാത്തിനതി അദ്ദീനിയ്യതി വദ്ദുനിയവിയ്യ. ദീനിയും ദുനിയവിയുമായ പ്രത്യക്ഷവും പരോക്ഷവുമായ മുഴുവൻ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നാണ്. അതിനെ സംബന്ധിച്ചുള്ള ഇൽമു നേടലാണ്, അതറിയലാണ്, അത് മനസ്സിലാക്കലാണ്. തൗഹീദിനെ സംബന്ധിച്ച് അള്ളാഹുവിനോടുള്ള ഹൃദയം തഅല്ലുഖാകുന്നതിനും അവനോട് മഹബ്ബത്ത് വർദ്ധിക്കുന്നതിനും അവന് തഅല്ലുഹുണ്ടാകുന്നതിനും തഅബ്ബുദുണ്ടാകുന്നതിനും ഉള്ള വഴി അതിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ കാര്യം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. ഇനി അർറാബിഅ നാലാമത്തേത് മാ നറാഹു വനസ്മഉഹു മിനസ് സവാബി ലിഔലിയാഇഹി. മാ നറാഹു നാം കാണുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, വനസ്മഉഹു അതുപോലെ തന്നെ നാം കേൾക്കുന്നതും. മാ നറാഹു എന്ന് പറയുന്നത് നമ്മൾ നേർക്ക് നേരെ കാണുന്നത്, വനസ്മഉഹു എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളത്. സമഅ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻപ് കഴിഞ്ഞു പോയതായി നമ്മൾ കേൾക്കുന്നത്, ചരിത്രത്തിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്ത്? മിനസ് സവാബി ലിഔലിയാഇഹി, അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ലഭിച്ചിട്ടുള്ള സവാബിനെ സംബന്ധിച്ച്, പ്രതിഫലത്തെ സംബന്ധിച്ച്. അള്ളാന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അൽ ഖായിമീന ബിതൗഹീദിഹി, അൽ ഖായിമീന ബിതൗഹീദിഹി, അവന്റെ തൗഹീദുമായി നിലകൊള്ളുന്നവരാണ്. അള്ളാഹുവിന്റെ തൗഹീദ് അംഗീകരിക്കുകയും അതുമായി നിലകൊള്ളുകയും അത് ഉൾക്കൊള്ളുകയും അതിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകൾ, തൗഹീദിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ, അവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ലഭിച്ചിട്ടുള്ള സവാബ്, പ്രതിഫലം, ആ സവാബിനെ പിന്നെ ബയാൻ ചെയ്യുന്നു. മിൻ എന്നുള്ളത് തബീനിനാണ്, ബയാനിനാണ്. മിൻ ബയാനിന്റെ മിന്നാണ് ഇവിടെ. ആ സവാബ്, മിനസ് സവാബി എന്നുള്ളതിനെ ബയാൻ ചെയ്യുന്നതാണ് മിനൻ നസ്രി വന്നിഅമി അൽ ആജിലതി. മിനൻ നസ്രി വന്നിഅമി അൽ ആജില, അള്ളാഹു നൽകിയിട്ടുള്ള സവാബ് എന്ന് പറഞ്ഞാൽ മിനൻ നസ്ർ, ശത്രുക്കൾക്കെതിരിൽ അവരെ സഹായിക്കുകയും, വന്നിഅം ധാരാളം അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുകയും, അൽ ആജില എങ്ങനെയുള്ള, ഈ ദുനിയാവിൽ നിന്ന് തന്നെ. നിഅമുൽ ആജില എന്ന് പറയുന്നത് ഇവിടെ നിന്ന് തന്നെ അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളും, അവർക്ക് അവരുടെ ശത്രുക്കൾക്കെതിരെ അള്ളാഹു അവരെ സഹായിച്ചിട്ടുള്ളതും, ഇതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക്, തൗഹീദിന്റെ അഹ്ലുകാർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള പ്രതിഫലം ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു നൽകുന്നത്. ഇത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. വമിൻ ഉഖൂബത്തിഹി, അതുപോലെ തന്നെ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യത്തിൽപ്പെട്ടതാണ് മിൻ ഉഖൂബത്തിഹി, അവന്റെ ശിക്ഷയെ സംബന്ധിച്ച്. മാ നറാഹു വനസ്മഉഹു മിൻ ഉഖൂബത്തിഹി, ആർക്ക്? ലിഅഅദാഇഹി, അവന്റെ ശത്രുക്കൾക്ക് അവൻ നൽകുന്ന ശിക്ഷയെ സംബന്ധിച്ച് വർത്തമാന ലോകത്ത് നമ്മൾ കാണുന്നു, അനുഭവിക്കുന്നു. അതുപോലെ തന്നെ ചരിത്രത്തിൽ നമ്മൾ ഒരുപാട് അത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും നമ്മളത് കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നെ അവന്റെ അഅദാഇകൾക്ക്, അവന്റെ ശത്രുക്കൾക്ക്, ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ അൽ മുശ്രിക്കീന ബിഹി, അവനിൽ ശിർക്ക് വെക്കുന്ന ആളുകൾക്ക് അവൻ നൽകുന്ന ശിക്ഷയെ സംബന്ധിച്ചും നാം കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ
ഈ കാര്യങ്ങൾ അല്ലാഹു മാ നറാഹു വനസ്മഉഹു മിനസ് സവാബി ലിഔലിയാഇഹി, അല്ലാഹു അവന്റെ ഔലിയാക്കൾക്ക് നൽകുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് നാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവർക്ക് നൽകുന്ന സഹായവും നസ്റ്, ശത്രുക്കൾക്കെതിരെയുള്ളവർക്കുള്ള സഹായവും, അതുപോലെ തന്നെ ധാരാളം അനുഗ്രഹങ്ങളും അല്ലാഹു നൽകുന്നത്, അതുപോലെ അവന്റെ ശത്രുക്കളായ അവനിൽ ശിർക്ക് വെക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയെ സംബന്ധിച്ച് നാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. തീർച്ചയായും ഇത് ദാഇൻ നമ്മെ വിളിക്കുന്നതാണ്, ഇലൽ ഇൽമി ഇൽമിലേക്ക് വിളിക്കുന്നതാണ്. ദാഇൻ ഇലൽ ഇൽമി ബിഅന്നഹു തആല വഹ്ദഹു അൽ മുസ്തഹിഖു ലിൽ ഇബാദത്തി കുല്ലിഹാ. ലിൽ ഇബാദത്തി, ഇബാദത്തിനല്ല ലിൽ ഇബാദത്തി എന്നുള്ളൂ, ഇവിടെ ഒന്നുള്ളൂ, ലിൽ ഇബാദത്തി എന്നുള്ളൂ. ഫഇന്ന ഹാദാ ദാഇൻ, ഈ കാര്യം നമ്മെ വിളിക്കുന്നതാണ്, ക്ഷണിക്കുന്നതാണ്. ഇലൽ ഇൽമി, ഇൽമിലേക്ക്. ബിഅന്നഹു തആല, അല്ലാഹു തആല ആണ് എന്നതിന്, വഹ്ദഹു അവൻ മാത്രം, അൽ മുസ്തഹിഖ് അർഹനായിട്ടുള്ളവൻ, ലിൽ ഇബാദത്തി കുല്ലിഹാ മുഴുവൻ ഇബാദത്തുകൾക്കും അർഹനായിട്ടുള്ളത് അല്ലാഹു മാത്രമാണ് എന്ന് ഇൽമ് നേടുന്നതിന് നമ്മെ വിളിക്കുന്നതാണ്, ക്ഷണിക്കുന്നതാണ് ഈ കാര്യം. അഥവാ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ അഹ്ലുകാർക്ക്, അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് നൽകിയിട്ടുള്ള സഹായം, അവർക്ക് അല്ലാഹു നൽകുന്ന ധാരാളക്കണക്കിനായ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ, അതുപോലെ തന്നെ അവന്റെ ശത്രുക്കളായ മുശ്രിക്കീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷ, ഈ ദുനിയാവിൽ വെച്ച് തന്നെ നൽകുന്ന ശിക്ഷ, ഈ കാര്യത്തെ സംബന്ധിച്ച് നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്, വർത്തമാന ലോകത്ത് നമ്മൾ കാണുന്നതും ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതുമായ കാര്യങ്ങൾ, അവ ആലോചിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ വഹദാനിയത്തിനെ സംബന്ധിച്ചുള്ള ഇൽമിലേക്ക് നമ്മെ വിളിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. വാദഹ്. ഇതാണ് നാലാമത്തേത്. അൽ ഖാമിസ്, അഞ്ചാമത്തേത്. ഇതല്പം ദീർഘമാണ്, ഞാനത് വായിക്കാം. മഅരിഫത്തു ഔസാഫിൽ ഔസാനി വൽ അൻദാദ്, ഇതാണ് അതിന്റെ ചുരുക്കം. ഒറ്റ വാക്കിൽ ഇത് ചുരുക്കിയാൽ ഇതാണ്: മഅരിഫത്തു ഔസാഫിൽ ഔസാനി വൽ അൻദാദ്. അതിനെ വിശദീകരിക്കുകയാണ് പിന്നെ അദ്ദേഹം ചെയ്യുന്നത്. വസ്ഫ്, ഔസാഫ് നിങ്ങൾക്കറിയാവുന്ന വാക്കാണ്. എന്താണ്? ഗുണഗണങ്ങൾ, വിശേഷണങ്ങൾ. മഅരിഫത്തു ഔസാഫിൽ ഔസാനി, വസൻ അതിന്റെ ജംആണ് ഔസാൻ, ബിംബം എന്നാണ് ആ വാക്കിനർത്ഥം. വസൻ എന്ന് പറഞ്ഞ ബിംബം, ഔസാൻ അതിന്റെ ജംഅ്. വൽ അൻദാദ്, നിദ്, അൻദാദ്, സമന്മാര്, സമന്മാരായി അവര് ചേർത്തിട്ടുള്ളത്. അള്ളാഹ്ക്ക് സമന്മാരില്ല, അവര് കൽപ്പിച്ചിട്ടുള്ള സമന്മാരായി അവര് കൽപ്പിക്കുന്ന ആളുകൾ. അവരുടെ ഔസാഫുകൾ മനസ്സിലാക്കലാണ്. അവർ അള്ളാഹുവിന്റെ പുറമെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളുടെയും സമന്മാരുടെയും ഔസാഫുകൾ അറിയലാണ്, ഗുണങ്ങൾ മനസ്സിലാക്കലാണ്. ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ദോഷങ്ങൾ. എങ്ങനെയുള്ള ഔസാനുകളും അൻദാദുകളും? അല്ലത്തി ഉബിദത് മഅല്ലാഹ്, അല്ലത്തി ഉബിദത് മഅല്ലാഹ് വത്തുഖിദത് ആലിഹതൻ.
അല്ലത്തി ഉബിദത്ത് മഅല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ ആരാധിക്കപ്പെടുന്നവരായ, വത്തുഖിദത്ത് സ്വീകരിക്കപ്പെട്ടവയായ, ആലിഹത്തൻ ആരാധ്യന്മാരായി, ഇലാഹുകളായി സ്വീകരിക്കപ്പെട്ട, ഇലാഹുകളായി അവര് സ്വീകരിച്ചിട്ടുള്ള, അള്ളാഹുവിന് പുറമെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൂടെ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിന്റെ കൂടെ അവർ ആലിഹത്തുകളായി സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ആ ഔസാനുകളുടെയും അന്താദുകളുടെയും ഔസാഫുകൾ, ഗുണങ്ങൾ മനസ്സിലാക്കലാണ്. എന്താണ് അവരുടെ ഗുണങ്ങൾ? വഅന്നഹാ നാഖിസത്തുൻ മിൻ ജമീഇൽ വുജൂഹ്, വഅന്നഹാ നാഖിസത്തുൻ മിൻ ജമീഇൽ വുജൂഹ്, എല്ലാ അർത്ഥത്തിലും അവ പരിപൂർണമായ ന്യൂനതകളുള്ളവയാണ്. നാഖിസ, നഖ്സ് എന്ന് പറഞ്ഞാൽ ന്യൂനത, നാഖിസത്താണ്, ന്യൂനതകളുള്ളവയാണ്, കുറവുകളുള്ളവയാണ്. മിൻ ജമീഇൽ വുജൂഹ്, ഏതൊക്കെ അർത്ഥത്തിൽ നമ്മൾ കുറവുകൾ കാണുമോ ആ അർത്ഥത്തിലൊക്കെ കുറവുകളുള്ളവരാണ്. കുറവ് എന്ന് പറയുന്നത്, ന്യൂനത എന്ന് പറയുന്നത് ഏതൊക്കെ അർത്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ടോ ആ അർത്ഥങ്ങളിൽ മുഴുവനും പല തരത്തിലും അവ നാഖിസത്താണ്, കഴിവ് കുറഞ്ഞവരാണ്, ന്യൂനതകളുള്ളവരാണ്, കഴിവ് കെട്ടവരാണ്, ന്യൂനതകളുള്ളവരാണ്. ഒരു നിലക്കും ഒരു പൂർണ്ണത, കമാൽ അവർക്കില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ നമ്മൾ ആവർത്തിച്ചു പറഞ്ഞൊന്നാണ് അള്ളാഹുവിന്റെ അസ്മാകളിലും സിഫാത്തുകളിലുമുള്ള കമാൽ. അതിന്റെ നേർവിപരീതമാണ് ഇവരുടെ ഔസാഫുകൾ. നാഖിസത്തുൻ മിൻ ജമീഇൽ വുജൂഹ്, എല്ലാ വജ്ഹിലും, എല്ലാ അർത്ഥതലത്തിലും, ഏതൊക്കെ രൂപത്തിലും നോക്കിയാലും എല്ലാ രൂപത്തിലും അവ നാഖിസത്താണ്, കഴിവില്ലാത്തവരാണ്, ന്യൂനതകളുള്ളവരാണ്. ഫഖീറത്തുൻ ബിദ്ദാത്തി, ഫഖീറത്തുൻ ബിദ്ദാത്ത്, സ്വയമേവ നിലനിൽക്കാൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാണ്. ഫഖീറത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളവരാണ്, ബിദ്ദാത്ത് സ്വയം നിലനിൽപ്പിന് തന്നെ. എന്ന അല്ലാഹുവോ അവൻ സ്വമദാണ്, അല്ലാഹു സ്വമദാണ്. യാനി യസ്മുദു ഇലൈഹിൽ ഖലായിഖു കുല്ലുഹ, എല്ലാ പടപ്പുകളും അവനെയാണ് അവലംബിക്കുന്നത്. വഹുവ ഗനി, അല്ലാഹു ഗനിയാണ്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹു ഗനിയാണ്, ഹമീദാണ്. പടപ്പുകൾ മുഴുവൻ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. ഇവരാരാധിക്കുന്ന ഈ ആരാധ്യന്മാർ ഫഖീറത്തുൻ ബിദ്ദാത്ത്, സ്വയമേവ മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാണ്. അവർ സ്വീകരിക്കുന്ന ബിംബങ്ങള് ഒന്ന് വീണുപോയാൽ സ്വയം എണീറ്റിക്കാൻ പോലും കഴിയുന്നതല്ല, വേറൊരാളെ എണീപ്പിച്ച് നിർത്തണം. അവയെ പടച്ചുണ്ടാക്കിയിട്ടുള്ളത് മറ്റുള്ളവരാണ്, അവയെ പരിപാലിക്കുന്നത് മറ്റുള്ളവരാണ്. ലാ തംലികു ലിനഫ്സിഹാ വലാ ലിആബിദിഹാ നഫ്അൻ വലാ ദർറാ. ലാ തംലികു, അവ ഉടമപ്പെടുത്തുന്നില്ല, മുൽക്കില്ല. ലിനഫ്സിഹ, അവരുടെ സ്വന്തം കാര്യത്തിനോ, വലാലി ആബിദീഹ, അവയെ ആരാധിക്കുന്ന ആരാധ്യന്മാർക്കോ. ആബിദീൻ അതാണത്, ആബിദ് ആബിദ് എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നവൻ, അതിന് ജംആണ് ആബിദൂൻ. പിന്നെ ആബിദീൻ എന്നെന്തുണ്ടായി? വല ലി ആബിദീന, ലാമു വന്നപ്പോ മജ്റൂറായിട്ട് ആബിദീൻ എന്നായി. യാ കൊണ്ടാണ് അവിടെ ജർ ചെയ്തത്, ആബിദീൻ. അത് പിന്നെ നൂൻ എവിടെ പോയി? ഹ എന്നതിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോ നൂന് പോകും. ഇളാഫത്തിന്റെ സമയത്ത് അതിന്റെ നൂന് നഷ്ടപ്പെടും. ഹായിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോഴാണ് നൂന് നഷ്ടപ്പെട്ടത്. ആബിദുൻ എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നവൻ എന്ന ഏകവചനം, അതിന്റെ ജംഅ് ആബിദൂൻ.
അത് ലാമു വന്നതുകൊണ്ട് ലി ആബിദീൻ എന്നായി. ലി ആബിദീൻ. അത് ഇളാഫത്തും കൂടി വന്നപ്പോ ലി ആബിദീഹ. അപ്പോ ലാ തംലിക്കു അവ ഉടമപ്പെടുത്തുന്നില്ല. ലാ തംലിക്കു അവ ഉടമപ്പെടുത്തുന്നില്ല ലിനഫ്സിഹ അവക്കോ അവരുടെ സ്വന്തത്തിനോ വലാലി ആബിദീഹ അവരെ ആരാധിക്കുന്നവർക്കോ വേണ്ടി നഫ്അൻ ഒരു ഉപകാരവും, ഒരു നിലക്കുള്ള ഉപകാരവും. നഫ്അൻ എന്നുള്ളത് നക്കിറ, അത് ഇവിടെ വന്നിട്ടുള്ളത് നഫീന്റെ സന്ദർഭത്തിലാണ്. ലാ തംലിക്കു എന്ന നഫീന്റെ സിയാക്കിലാണ് നക്കിറ വന്നിട്ടുള്ളത്. അങ്ങനെ നഫീന്റെ സിയാക്കിൽ നക്കിറ വന്നാൽ അത് ഉമൂമിനെ ഇഫാദത്ത് ചെയ്യും. അപ്പോ ഒരു നിലക്കുള്ള നഫ്അ് എന്ന് പറയുന്നത് ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരവും ചെയ്യില്ല, ഒരു നിലക്കുള്ള ഉപകാരവും. വലാ ദർറൻ ഒരു നിലക്കുള്ള ഉപദ്രവവും, ഒരു തരത്തിലുള്ള ഉപദ്രവമോ ഉപകാരമോ അവർക്കോ അവരെ ആരാധിക്കുന്നവർക്കോ വേണ്ടി അവർ ഉടമപ്പെടുത്തുന്നില്ല. ലാ തംലികു ലിനഫ്സിഹ വലാ ലിആബിദിഹ നഫ്അൻ വലാ ദർറ. ലാ തംലിക്കു അവ ഉടമപ്പെടുത്തുന്നില്ല ലിനഫ്സിഹ അവക്ക് വേണ്ടിയോ വലാ ലിആബിദിഹ അവയെ ആരാധിക്കുന്ന ആരാധ്യന്മാർക്ക് വേണ്ടിയോ ആരാധിക്കുന്ന ആരാധകർക്ക് വേണ്ടിയോ നഫ്അൻ ഒരു ഉപകാരവും വലാ ദർറ ഒരു ഉപദ്രവവും അവർ ഉടമപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ അവ ഉടമപ്പെടുത്തുന്നില്ല. അതുപോലെ തന്നെ വലാ മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ. നഫ്അൻ വലാ ദർറൻ വലാ മൗതൻ മരണവും, ഒരു നിലക്കുള്ള മരണവും, വലാ ഹയാതൻ ഒരു നിലക്കുള്ള ജീവനും, വലാ നുശൂറ ഉയർത്തെഴുന്നേൽപ്പും അവ ഉടമപ്പെടുത്തുന്നില്ല. മരണത്തിന്റെ കാര്യത്തിലോ ജീവിതത്തിന്റെ കാര്യത്തിലോ നുശൂറിന്റെ കാര്യത്തിലോ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് ചേർക്കപ്പെടുന്ന കാര്യത്തിലോ ഇവർക്കാർക്കും ഒരു മുൽക്കുമില്ല. മരണത്തിന്റെ കാര്യത്തിൽ വല്ല ഉപകാരപദ്രവും ചെയ്യാൻ കഴിയോ? ജീവിതത്തിന്റെ കാര്യത്തിൽ വല്ല ഉപകാരപദ്രവും ചെയ്യാൻ കഴിയോ? നുശൂറിന്റെ കാര്യത്തിൽ വല്ല ഉപകാരപദ്രവും ചെയ്യാൻ കഴിയോ? ഇല്ല, ഒന്നും അവർ ഉടമപ്പെടുത്തുന്നില്ല. എന്നു മാത്രമോ വലായൻ സുറൂന അവ സഹായിക്കില്ല. ഒരു പ്രയാസം വരുന്ന ഘട്ടത്തിൽ സഹായിക്കാൻ കഴിയില്ല. മൻ അബദഹും അവരെ ആരാധിക്കുന്നവരെ, മൻ ഒരുത്തനെ, അബദഹും അവരെ ആരാധിച്ചിട്ടുള്ളവനായ, അവരെ ആരാധിക്കുന്ന ഒരുത്തനും ഒരു ഉപകാരവും ചെയ്തു കൊടുക്കാൻ സഹായിക്കാൻ കഴിയില്ല. വലാ യൻഫഊനഹും അവർക്കൊരു ഉപകാരവും ചെയ്യില്ല. വലാ യൻഫഊനഹും അവരെ സഹായിക്കാനും കഴിയില്ല. വലാ യൻഫഊനഹും അവർക്കൊരു ഉപകാരവും ചെയ്തു കൊടുക്കില്ല. ബിമിസ്ഖാലി ദർറത്തിൻ ഉപകാരം എന്ന് പറഞ്ഞാൽ ബിമിസ്ഖാലി ദർറത്തിൻ ഒരു ദർറത്തിന്റെ വളരെ ചെറിയ ഉറുമ്പിനാണ് ദർറത്ത് എന്ന് പറയാം. സ്ക്രീനിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്, കാണില്ല. കാരിറുമ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന വളരെ ചെറിയ ഉറുമ്പിനാണ് ദർറത്ത് എന്ന് പറയാം. ആ ദർറത്തിന്റെ കനം, മിസ്കാൽ എന്ന് പറഞ്ഞാൽ കനം, മിസ്കാൽ കനം, തൂക്കം. ബിമിസ്കാലി ദർറത്തിൻ ഒരു ദർറത്തിന്റെ കനം പോലും തൂക്കം പോലും
ഉപകാരം ചെയ്യില്ല. വലാ യൻഫഊനഹും അവർക്ക് ഉപകാരം ചെയ്യില്ല ബിമിസ്കാലി ദർറത്തിൻ ഒരു കാരിറുമ്പിന്റെ കനത്തിൽ പോലും. മിൻ ജൽബി ഖൈരിൻ ഉപകാരം എന്ന് പറയുന്നതിന് ബയാൻ ചെയ്യുന്നു. മിൻ ജൽബി ഖൈരിൻ നഫ്ഉ എന്ന് പറഞ്ഞാൽ മിൻ ജൽബി ഖൈരിൻ ഒരു നന്മ നേടിക്കൊണ്ടുവരുന്നതിന്. ജലബ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം വലിച്ചുകൊണ്ടുവരാന്ന്. മിൻ ജൽബി ഖൈരിൻ ഒരു നന്മ വലിച്ചു കൊണ്ടുവരുന്നതിന്, ഒരു നന്മ കൊണ്ടുവരുന്നതിന്, നേടിക്കൊടുക്കുന്നതിന്. ഔ ദഫ്ഇ ശർരിൻ അല്ലെങ്കിൽ ഒരു തിന്മ തടുക്കുന്നതിന്. ഒരു നന്മ തടുക്കാനോ ഒരു നന്മ നേടിക്കൊടുക്കാനോ ഒരു തിന്മ തടുക്കാനോ ഒരു കാരിറുമ്പിന്റെ കനത്തിൽ പോലും അവർ ഉപകാരം ചെയ്യില്ല. അപ്പോ മഅരിഫത്തു ഔസാഫിൽ ഔസാനി വൽ അൻദാദ് ഇതാണ് അഞ്ചാമത്തെ കാര്യം. അല്ലത്തി ഉബിദത്ത് മഅല്ലാഹ് വത്തുഖിദത്ത് ആലിഹതൻ അല്ലാഹുവിനു പുറമെ ആരാധ്യന്മാരായി സ്വീകരിക്കപ്പെട്ടിട്ടുള്ള, ഇബാദത്ത് ചെയ്യപ്പെടപ്പെട്ടിട്ടുള്ളവരായ അൻദാദുകളുടെയും ഔസാനുകളുടെയും സമന്മാരുടെയും വിഗ്രഹങ്ങളുടെയും ഗുണങ്ങളെ സംബന്ധിച്ചുള്ള അറിവ്. എന്താണ് അവരുടെ ഗുണം? വഅന്നഹാ നാഖിസ മിൻ ജമീഇൽ വുജൂഹ് എല്ലാ അർത്ഥത്തിലും പരിപൂർണമായ ന്യൂനതകളുള്ളവയാണ് അവർ. ഫഖീറത്തുൻ ബിദ്ദാത്ത് സ്വയമേവ നിലനിൽപ്പിന് തന്നെ മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാണ്. ലാ തംലികു ലിനഫ്സിഹാ വലാ ലിആബിദിഹാ അവർക്ക് സ്വന്തത്തിനോ അല്ലെങ്കിൽ അവരെ ആരാധിക്കുന്നവർക്ക് വേണ്ടിയോ അവർ ഉടമപ്പെടുത്തുന്നില്ല. ലാ തംലികു നഫ്അൻ വലാ ദർറ ഒരു തരത്തിലുള്ള ഉപകാരവും ഉപദ്രവവും അതിന്റെ മുൽക്ക് അവർക്കില്ല. വലാ മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ അല്ലെങ്കിൽ മരണത്തിന്റെയോ ജീവിതത്തിന്റെയോ നുശൂറിന്റെയോ ഉയർത്തെഴുന്നേൽപ്പിന്റെതോ ആയിട്ടുള്ള ഒരു നിലക്കുള്ള മുൽക്കും അവർക്കില്ല. വലാ യൻസുറൂന മൻ അബദഹും അവരെ ആരാധിക്കുന്നവരെ അവർക്ക് സഹായിക്കാൻ കഴിയില്ല. വലാ യൻഫഊനഹും അവർക്കൊരു ഉപകാരവും ചെയ്യില്ല. ബിമിസ്കാലി ദർറ ഒരു കാരിറുമ്പിന്റെ കനത്തിൽ പോലും. മിൻ ജൽബി ഖൈരിൻ ഒരു നന്മ നേടിക്കൊടുക്കുന്നതിനോ ഔ ദഫ്ഇ ശർരിൻ ഒരു തിന്മ തടുത്തു കൊടുക്കുന്നതിനോ. ഫഇന്നൽ ഇൽമ ബിദാലിക് ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള ഇൽമ് യൂജിബു ഫഇന്നൽ ഇൽമ ബിദാലിക് ഈ ഇൽമ് യൂജിബ് അനിവാര്യമാക്കി തീർക്കുന്നു. ബിഅന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ മനസ്സിലാകുന്ന കാര്യമാണ്. ഇബാദത്തുകൾക്ക് അർഹനായിട്ട് അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെ ഇല്ല. അതുപോലെ തന്നെ അതിലൂടെ നമുക്ക് മനസ്സിലാകും വബുത്തുലാന ഇലാഹിയ്യത്തി മാ സിവാഹു അല്ലാഹു അല്ലാത്തവർക്കുള്ള ആരാധ്യതയുടെ ബുത്തുലാൻ നിരർത്ഥകത അവ ബാത്തിലാണ്. അല്ലാഹു അല്ലാത്തവർക്കുള്ള ആരാധ്യത ഇലാഹിയ്യത്ത് അതിന്റെ ബുത്തുലാൻ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇതെത്രത്തോളം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നോ അത്രത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള ഇൽമു വർദ്ധിക്കും. അല്ലാഹു അല്ലാത്തവർക്കുള്ള ഇലാഹിയത്തിന്റെ ബുത്തുലാൻ നമുക്ക് കൂടുതൽ കൂടുതൽ ബോധ്യമാവുകയും ചെയ്യും. വാദഹ്. ഇനി ആറാമത്തേലേക്ക് പോകാം. അസ്സാദിസ് ആറാമത്തെ കാര്യം ഇത്തിഫാഖു കുതുബില്ലാഹി അലാ ദാലിക ഇത്തിഫാഖു കുതുബില്ലാഹി അലാ ദാലിക ഇത്തഫഖ യത്തഫിഖു ഇത്തിഫാഖൻ എന്ത് ഇത്തിഫാഖ് യോജിക്കൽ. ഇത്തഫഖ അതിന്റെ റുദ്ദാണ് ഇഖ്തലഫ. ഇത്തഫഖ
അതിന്റെ ളിദ്ദുഹു ഇഖ്തലഫ. തിരിച്ചാണ് ഉദ്ദേശിച്ചത്, അങ്ങനെയാണ് പറഞ്ഞിട്ട്. ഇഖ്തലഫ ഇത്തഫഖ, തിരിച്ചെഴുതിയാണ് ഇത്തഫഖ ഇഖ്തലഫ. ഇത്തിഫാഖ് യോജിക്കൽ, പരിപൂർണമായി യോജിക്കുന്നതിന്, അതിനാണ് ഇത്തിഫാഖ്. മുവാഫഖ. ഇത്തിഫാഖു കുതുബില്ലാ, അള്ളാഹുവിന്റെ കിതാബുകളുടെ യോജിപ്പ്. അലാ ദാലിക്, ഐക്യം. അലാ ദാലിക്, ഈ കാര്യത്തിന്. ഏതിന്? അലാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദിന്റെ കാര്യത്തിൽ. അല തൗഹീദ്. വതവാതുഉഹാ, തവാതു. എന്താ തവാത്തുവിന്റെ അർത്ഥം? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നുകൂടി. പല സ്ഥലങ്ങളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും ഒരൊറ്റ കാര്യത്തിന് എല്ലാവരും ഒരേപോലെ യോജിക്കുക എന്നുള്ള. അവർ തമ്മിൽ കണ്ടിട്ടില്ല എങ്കിൽ പോലും അവർ ഒരേ കാര്യത്തിന് യോജിക്കുന്നു. അതാണ് തവാത്തു. എല്ലാവരും ഒരേപോലെ യോജിക്കുന്നു. പരസ്പരം അറിഞ്ഞവരല്ല, പരസ്പരം കണ്ടവരല്ല, പല ഭാഗങ്ങളിലുള്ളവരാണ്. പക്ഷെ ഒറ്റ കാര്യത്തിന് എല്ലാവരും ഒരുപോലെ യോജിക്കുക. അതിനാണ് തവാത്തു എന്ന് പറയുന്നത്. തവാത്തു. വതവാതുഉഹാ, ആ തവാതുഉഹ എന്നുള്ള ലമീർ ഏതിലേക്കാ മടങ്ങുക? ഇല്ല, കുതുബ്. അഹ്സൻത്. വതവാതുഉൽ കുതുബി അലൈഹി അല തൗഹീദി. വതവാതുഉഹ, തവാതുഉൽ കുതുബി, ആ കിതാബുകൾ എന്ത് ചെയ്യുന്നുണ്ട്? എവിടെ നിന്നുള്ള കിതാബാണെങ്കിലും, അത് ഇബ്രാഹിം നബിക്ക് ഉള്ളതാണെങ്കിൽ സുഹുഫാണെങ്കിലും, മൂസാ നബിയുടെ സുഹുഫാണെങ്കിലും, അതുപോലെ തന്നെ ദാവൂദ് നബിയുടെ സബൂർ ആണെങ്കിലും, ഈസാ നബിയുടെ ഇഞ്ചീലാണെങ്കിലും, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അയക്കപ്പെട്ടിട്ടുള്ള നബിമാർക്കൊക്കെ ഇറക്കപ്പെട്ടിട്ടുള്ള കിതാബുകൾ മുഴുക്കെ ഒരേപോലെ യോജിക്കുന്നു, ഒരുപോലെ വരുന്നു ആ കാര്യത്തിന്. എല്ലാ നബിമാർക്കും അള്ളാഹ് അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള എല്ലാ കിതാബുകളും, അള്ളാഹുവിൽ നിന്നുള്ള മുഴുവൻ കിതാബുകളും ഈ കാര്യത്തിന് ഒരേപോലെ യോജിക്കുന്നു. ഒരേ രൂപത്തിൽ അതില് ലോകത്തെവിടെ നിന്നാണെങ്കിലും ഒരേപോലെ തന്നെ ആ കാര്യം അംഗീകരിക്കുന്നു. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം നമ്മെ അറിയിക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഅന മനസ്സിലാക്കുന്നതിന് നമ്മെ സഹായിക്കുന്നതാണ്. അപ്പൊ അതറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഏതിലൂടെയാണ് നമുക്കിത് അറിയാൻ കഴിയുക? അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള മുഴുവൻ കിതാബുകളും ഇതിൽ ഏകോപിച്ചിട്ടുണ്ട് എന്നറിയണമെങ്കിൽ ഉൽപ്പത്തി മുതൽ മാലാഖി വരെയുള്ള പുസ്തകങ്ങളും 4 വേദങ്ങളും 108 ഉപനിഷത്തുകളും അങ്ങനെ തുടങ്ങിയിട്ട് കിട്ടാവുന്നത് മുഴുവനും വെച്ചിട്ട് കലക്കി കുടിച്ച് സാമ്പാർ ഉണ്ടാക്കിയാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ എന്നാണ് ചില വിഡ്ഢികൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. ഇവിടെ അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹ്മഹുല്ലാഹ് ഈ 8 കാര്യങ്ങൾ വിവരിച്ചതിന്റെ ശേഷം അവസാനം പറയുന്നുണ്ട് ഈ 8നും ഉള്ള വഴി എന്താണ് എന്ന്. ഈ 8 കാര്യങ്ങളും എവിടുന്നാണ് കിട്ടുക, എവിടുന്നാണ് നമുക്കിത് മനസ്സിലാക്കാനുള്ള സോഴ്സ്, ആ കാര്യം 8 എണ്ണവും പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്. ഏതാണത്? هذا وإن نظرت إلى الدليل العظيم والأمر الكبير وهو تدبر هذا القرآن العظيم والتأمل في آياته.
അത്തദബ്ബുർ ഹാദൽ ഖുർആനുൽ അദീം ഹാദൽ ഖുർആനൽ അദീം വത്തഅമ്മുലു ഫീ ആയാതിഹി. ഇൻഷാ അല്ലാഹ് ഇബാറത്തുകൾ വായിച്ചെത്തുമ്പോൾ അവസാനം നമ്മൾ അതിലേക്ക് എത്തും. ഇവിടെ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയാണ് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നത്. പലരും മനസ്സിലാക്കുന്നത് അള്ളാഹുവിന്റെ മുൻകഴിഞ്ഞ കിതാബുകളൊക്കെ തൗഹീദിന്റെ കാര്യത്തിൽ ഏകോപിച്ചിട്ടുണ്ട് എന്നറിയണമെങ്കിൽ മനുഷ്യന്മാരെഴുതി ഉണ്ടാക്കിയ അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ കൈകടത്തലുകൾക്ക് വിധേയമായ പച്ചക്ക് മനുഷ്യരെഴുതി ഉണ്ടാക്കിയതാണ് ഇവർ കൊണ്ടുവരുന്ന പല പുസ്തകങ്ങളും. ഒരു നിലക്കുള്ള അള്ളാഹുവിന്റെ വഹിയാണ് എന്നുള്ളതിന് ഒരു നിലക്കുള്ള തെളിവുമില്ലാത്ത വെറും പച്ചക്ക് മനുഷ്യന്മാരെ എഴുതിയുണ്ടാക്കിയ കാര്യങ്ങൾ കൊണ്ടുവരും. എന്നിട്ട് അവരെ പിന്നെ നബിയാക്കാൻ വേണ്ടി ശ്രമിക്കും. വ്യാസനും വാൽമീകിയും ഒക്കെ നബിയാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ആക്കാൻ നോക്കും. അങ്ങനെ ഒരു വാൽമീകി നബി അല്ലെങ്കിൽ പിന്നെ വ്യാസൻ നബി വന്നിട്ടുണ്ട് എന്നുള്ളതിന് ഒരു നിലക്കുള്ള തെളിവുമില്ല. അങ്ങനത്തെ കുറെ അതൊക്കെ ഏതോ മഹർഷിമാര് അവര് പിന്നെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്നുള്ള ചരിത്രത്തിൽ പോലും തെളിവില്ല. അവരെന്നെയാണോ ഇതൊക്കെ ഒരു ചരിത്രവും ഇല്ലാത്ത അവര് തമ്മിൽ തന്നെ അത് കൊണ്ടു നടക്കുന്ന ആളുകൾ തന്നെ ഏകോപിച്ചിട്ടില്ലാത്ത കാര്യം. എന്നിട്ട് ഇവര് ചെന്നിട്ട് അതിന് വിധികർത്താവകളാകാൻ നോക്കും. പിന്നെ അവിടെ നിന്ന് പോയിട്ട് കുറച്ച് ആൾക്കാർ കുറച്ചും കൂടി ബുദ്ധി കൂടുമ്പോ ബുദ്ധനെയും കൂടി നബിയാക്കാൻ നോക്കും, അല്ലെങ്കിൽ ജിബ്രീലാക്കാൻ നോക്കും. അവിടെ വരെ എത്തിയ ആൾക്കാരൊക്കെ കുറച്ചും കൂടി ബുദ്ധി കൂടിയ സഞ്ചിക്ക് കട്ടി കൂടിയ ആൾക്കാർ. അതല്ലെങ്കിൽ കൈകടത്തലുകൾക്ക് വിധേയമായി മൻസൂഖാക്കപ്പെട്ടിട്ടുള്ള, ഇപ്പോൾ അതിന് നിലനിൽപ്പില്ല, മുഹൈമിനായി അവയ്ക്ക് പിന്നെ മുഹൈമനത്തായി ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട് കഴിയും. ഇനി നമുക്ക് അവലംബിക്കാനുള്ള മുഹ്കമായിട്ടുള്ളത് അത് ഈ കിതാബാണ്. മുഹ്കമായ ഈ തൻസീലിനെ വിട്ടിട്ട് സംശയമുള്ള പലതിലേക്ക് പോയിട്ട് അതുകൊണ്ട് വേണം ഇത് തെളിയിക്കാൻ എന്ന് കരുതുന്നത് ബുദ്ധിമോശാണ്. ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞ അള്ളാഹുവിന്റെ കിതാബിൽ അള്ളാഹ് പറഞ്ഞിട്ടുള്ളതാണ്. അവൻ അയച്ചിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരും മുഴുവൻ നബിമാരും മുഴുവൻ മുർസലീങ്ങളും അമ്പിയാക്കളും അവൻ അവതരിപ്പിച്ചിട്ടുള്ള മുഴുവൻ കിതാബുകളും ഈ കാര്യത്തിൽ ഏകോപിച്ചിട്ടുണ്ട് എന്നുള്ളത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത് വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. പിന്നെ ഓരോ നബിമാരുടെയും ചരിത്രം വളരെ കൃത്യമായി ഖുർആനിലുണ്ട്, സുന്നത്തിലുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മതി, ധാരാളം മതി. ഏറ്റവും ഉറപ്പുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംശയമുള്ളത്തേക്ക് പോകലില്ല. ഏറ്റവും ഉറപ്പുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ അതിമ പിടിക്കലാണ്, പിന്നെ സംശയത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടല്ല ഇത് തെളിയിക്കേണ്ടത്. ഇതുകൊണ്ടാണ് അതിൽ വല്ല സത്യം ഉണ്ടെങ്കിൽ സത്യമാണെന്ന് പറയാവുന്നത്. അത് വെച്ചിട്ട് ഇത് സത്യമാണെന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോ ഈ കാര്യം ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് ധാരാളം മനസ്സിലാകുന്ന വിഷയമാണ്. ഇതാണ് ആറാമത്തേത്. അള്ളാഹുവിന്റെ കിതാബുകൾ മുഴുവൻ നോക്ക് നിങ്ങൾ. എല്ലാ കിതാബുകളും അള്ളാഹ് നമുക്ക് ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളതും പറഞ്ഞു തരാത്തതുമായ അമ്പിയാക്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ കിതാബുകളും ഈ കാര്യത്തിൽ ഒരേപോലെ യോജിക്കുന്നതാണ്. ഇത് നമുക്ക് തൗഹീദിനെ സംബന്ധിച്ചുള്ള ഇൽമ് ആഴത്തിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. അതിന് ഖുർആൻ പഠിക്കണം. ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനും ഖുർആനും സുന്നത്തും പഠിക്കുന്നതിലൂടെ മാത്രമേ ഇത് വർദ്ധിക്കുള്ളൂ. അവസാനത്തിൽ ശൈഖ് അത് പറയുന്നുണ്ട്. ഇനി ഏഴാമത്തെ കാര്യം, അസ്സാബിഅ്, ഏഴാമത്തെ കാര്യം, അന്ന ഖവാസൽ ഖൽഖി, അന്ന ഖവാസൽ ഖൽഖി. ഇതിൽ നമുക്ക് ചുരുക്കി എഴുതാനുള്ള വാക്കുകൾ ഇത്രയാണ്. അന്ന ഖവാസൽ ഖൽഖി ഖദ് ശഹിദൂ ലില്ലാഹി ബിദാലിക്. ഇത്രയാണ് അതിൽ ഷോർട്ടായിട്ട് എഴുതാവുന്നത്. അന്ന ഖവാസൽ ഖൽഖി ഖദ് ശഹിദൂ ലില്ലാഹി ബിദാലിക്. രണ്ട് സ്ഥലത്താ കിടക്കണേ. ആദ്യത്തിലെ അവസാനത്തിലെ വാചകമാണ്. ഇതിനെ വിശദീകരിക്കുന്നതാണ് നടുക്കുള്ളത് മുഴുവനും.
അന്ന ഖവാസൽ ഖൽഖി. എന്താ ഖവാസ് എന്ന് പറഞ്ഞാൽ? ഖാസ്, സ്പെഷ്യൽ, പ്രത്യേകക്കാര്. പ്രധാനികൾ, അള്ളാന്റെ പടപ്പുകളിലെ പ്രധാനികളും പ്രമാണികളൊക്കെ അവരാണ്. ആര്? അത് വിശദീകരിക്കുന്നുണ്ട്. അവർ ഖദ് ഷഹിദൂ ലില്ലാഹി ബിദാലിക്. ഖദ് ഷഹിദൂ, തീർച്ചയായും സാക്ഷികളായിട്ടുണ്ട്. ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി. ബിദാലിക, ആ കാര്യത്തിന്, ഈ കാര്യവും കൊണ്ട് സാക്ഷികളായിട്ടുണ്ട്. അള്ളാഹുവിന് വേണ്ടി ഈ കാര്യവുമായി സാക്ഷി നിന്നിട്ടുള്ളത് ഖവാസുൽ ഖൽഖ. ഇനി ആ വാചകങ്ങൾ ഒന്നുകൂടി നോക്കൂ. അന്ന ഖവാസൽ ഖൽഖി, അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും പ്രധാനികളായ ആളുകൾ. അവരെ സംബന്ധിച്ച് ഒന്നുകൂടി വിശദീകരിച്ചു. അല്ലദീന, എങ്ങനെയുള്ളവരാണവർ? ഹും അക്മലുൽ ഖലീഖത്തി, ഹും, അവരാകുന്നു, അക്മലുൽ ഖലീഖ, പടപ്പുകളിൽ ഏറ്റവും പൂർണ്ണതയുള്ളവർ, പരിപൂർണതയുള്ളവർ. ഏത് കാര്യത്തിൽ? അഖ്ലാഖൻ, സ്വഭാവം കൊണ്ടും, വഉഖൂലൻ, ബുദ്ധി കൊണ്ടും, വറഇയൻ, അഭിപ്രായം കൊണ്ടും, വസവാബൻ, കാര്യങ്ങളിൽ ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിലും, വഇൽമൻ, ഇൽമു കൊണ്ടും. അപ്പോ അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ നമ്മളാകെ അഖ്ലാഖ് എന്ന് പറയുന്നത് ഒന്ന് ചിരിച്ച അഖ്ലാഖായി, അല്ലെങ്കിൽ സോപ്പിട്ട അഖ്ലാഖായി. അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ ഭാഗമാണ് ഖുലുഖ്. ഈമാൻ നേരെയാകുന്നതിനാണ് ഖുലുഖ് എന്ന് പറയാം. കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബിയുടെ സ്വഭാവത്തെ കുറിച്ച് പറയാം. നബിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഖുർആൻ ആയിരുന്നു. അപ്പോ ചിലര് പറയാ എന്താ, ദേഷ്യം പിടിച്ച സ്വഭാവം മോശമാണെന്നാണ്. അങ്ങനില്ല. അതുകൊണ്ട് നബിനെ കുറിച്ച് പറഞ്ഞപ്പോ ഖുർആനായിരുന്നു നബിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കൂല എന്നല്ല എന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിക്കൂല എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ആയിഷ ബീവി പറഞ്ഞു, ഇല്ല ഇദൻ തുഹിഖത് മഹാരിമുല്ലാഹ്, പ്രതികാരം ചെയ്യില്ല, ദേഷ്യം പിടിക്കില്ല, ഒരാളോട് പ്രതികാരം ചെയ്യില്ല എപ്പോഴല്ലാതെ അള്ളാഹുവിന്റെ മഹാരിമുകൾ പിച്ചു ചീന്തപ്പെട്ടാൽ ഫയൻതഖിമു ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി പ്രതികാര നടപടി സ്വീകരിക്കും. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുക, അള്ളാഹ്ക്ക് വേണ്ടി കോപിക്കുക, ഇതാണ് അതിന്റെ അസുര്. അപ്പോ അള്ളാഹ് അനുവദിച്ചോടത്ത് ഏത് കാര്യം, ഏത് സ്വഭാവം, ഏത് രീതി അത് സ്വീകരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അള്ളാഹുവിന്റെ കൽപ്പനാ വിലക്കുകളുടെ അടിസ്ഥാനത്തിൽ. അതിനാണ് അഖ്ലാഖ് എന്ന് പറയാം. അല്ലാതെ ഓരോരുത്തർക്കും തോന്നിയത് ഓരോരുത്തരും ചെയ്യുന്നതിനല്ല സ്വഭാവ ഗുണം എന്ന് പറയുന്നത്. അക്മലുൽ ഖലീഖത്തി അഖ്ലാഖൻ വഉഖൂലൻ, ബുദ്ധി കൊണ്ട് ഏറ്റവും പൂർണ്ണര് അവരാണ്. അല്ലാണ്ട് നമ്മൾ ഈ പറയുന്ന ബുദ്ധിജീവികളല്ല, അവര് ബുദ്ധി ഇല്ലാത്തവരാണ്. വറഇയൻ, അഭിപ്രായം സ്വീകരിക്കുന്നതിന് ദീനിയാകട്ടെ ദുനിയവിയാകട്ടെ എന്തൊരഭിപ്രായത്തിനും അവലംബിക്കാവുന്നവർ അവരാണ്. ഏറ്റവും അഭിപ്രായം കൊണ്ട് പൂർണ്ണരവരായിരിക്കും. വസവാബൻ, കാര്യങ്ങളിൽ അവർക്ക് അബദ്ധം കുറയും, ശരികളായിരിക്കും കൂടുതൽ, അബദ്ധം കുറവായിരിക്കും. വഇൽമൻ, ഇതിനെല്ലാം അഖ്ലാഖിനെയും ഉഖൂലിനെയും റഈനെയും സ്വവാബിനെയും എല്ലാറ്റിന്റെയും ഉമ്മെന്താണ്? ഇൽമാണ്. ആ ഇൽമ കൊണ്ടവർ അക്മലാണ്. പടപ്പുകളിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് പൂർണ്ണത അവർക്കാണ്. അക്മലുൽ ഖലീഖ, അള്ളാന്റെ പടപ്പുകളിൽ അവരാണ് പൂർണ്ണർ. അഖ്ലാഖൻ, സ്വഭാവം കൊണ്ടും, ഉഖൂലൻ, ബുദ്ധി കൊണ്ടും, വറഇയൻ, അഭിപ്രായം കൊണ്ടും, വസവാബൻ, ശരി, അബദ്ധമില്ലായ്മ കൊണ്ടും, അതുപോലെ തന്നെ വഇൽമൻ, ഇൽമു കൊണ്ടും.
ആരാണവർ എന്ന് പറഞ്ഞാൽ ഇനി അതിനൊന്നുകൂടി പറഞ്ഞു. ആരാണവർ? വഹും, അവരാകുന്നു. അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഉണ്ടെന്ന് തോന്നുന്ന ആൾക്കാർ അവരല്ല. നമ്മൾ ബുദ്ധി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ബുദ്ധിക്ക് തോന്നും. സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രത്യേകിച്ച് ഇലക്ഷന്റെ സമയത്ത് ഇപ്പൊ രാഷ്ട്രീയക്കാർ കാണിച്ചു വിട്ടണ അത് അഖ്ലാഖ് നമ്മൾ വിചാരിക്കുക. അല്ലെങ്കിൽ പിന്നെ റഅയ് എന്ന് പറഞ്ഞാൽ അത് വലിയ മുന്തിയ അഭിപ്രായം എന്ന് വിചാരിക്കണത് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായമായിരിക്കും. അത് കുറച്ചു ദിവസം കഴിയുമ്പോൾ തകിടം മറിയും. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നതല്ല. നേരെ മറിച്ച് ആരാണ് ഇവർ എന്നുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമാക്കി. വഹുമുർ റസൂലു വൽ അംബിയാഉ വൽ ഉലമാഉർ റബ്ബാനിയൂൻ. ഇതൊന്ന് തിരിച്ചു മനസ്സിലാക്കണം കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വായിച്ചു നോക്കണം. ആർക്കാണ് ഏറ്റവും നല്ല അഖ്ലാഖ് ഉണ്ടാകുക? ആർക്കാണ് ഏറ്റവും നല്ല ഉഖൂൽ ഉണ്ടാകുക? ആരുടെ അടുക്കലാണ് ഏറ്റവും നല്ല റഅയും സ്വവാബും ഇൽമുണ്ടാവുക? റസൂലുകളുടെ അടുക്കലാണ്, അമ്പിയാക്കളുടെ അടുക്കലാണ്, ഉലമാക്കളുടെ അടുക്കലാണ്. അവരാണ് ഉരകല്ല്, അവരാണ് മീസാൻ. അത് വെച്ചിട്ടാണ്, അതാണ് ത്രാസ്, അത് വെച്ചിട്ടാണ് അളക്കേണ്ടത്. അല്ലാതെ വേറുള്ള ആൾക്കാർ കാണിച്ചു തന്ന ചില സ്വഭാവങ്ങളും കാര്യങ്ങളും കണ്ടിട്ട് അത് വെച്ചിട്ട് ഇവരളക്കരുത്. അത് ഇവരുടെ അടുക്കലില്ല. ഇവരാണ് അതിന്റെ മാനദണ്ഡം. വഹുമുർ റസൂലു വൽ അംബിയാഉ വൽ ഉലമാഉർ റബ്ബാനിയൂൻ. അഥവാ അല്ലാഹുവിന്റെ റസൂലുകളും അംബിയാക്കളും റബ്ബാനിയുകളായ ഉലമാക്കളും ആ ഖവാസുൽ ഖൽഖ് ഖദ് ഷഹിദൂ ലില്ലാഹി ബിദാലിക്. അല്ലാഹുവിന് ഈ തൗഹീദ് കൊണ്ട് സാക്ഷി നിന്നവരാണ്. സാക്ഷികളെ പരിഗണിച്ചാൽ ഏറ്റവും മുന്തിയ സാക്ഷികൾ ഈ കാര്യത്തിനാണ്. ലോകത്ത് സാക്ഷി നിർത്തപ്പെട്ടിട്ടുള്ള ഏറ്റവും മുന്തിയ വാക്കും ഈ വാക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഅ്ളമു ഷാഹിദ് വഅഅ്ളമു മശ്ഹൂദി ലഹ്. അതുകൊണ്ടാണ് അതിന് കലിമത്തു ഷഹാദ എന്ന പേര് തന്നെ വന്നത്. കലിമത്തു ഷഹാദ എന്നുള്ള പേര് വരുന്നത്, സാക്ഷ്യവചനം എന്ന പേര് വരുന്നത് എന്തുകൊണ്ടാ? ഏറ്റവും മുന്തിയ സാക്ഷികൾ അതിനാണ്. ലോകത്ത് സാക്ഷി നിർത്തപ്പെട്ടതിൽ ഏറ്റവും മുന്തിയ വാക്കും അതാണ്. എവിടെയാണ് അത് വന്നിട്ടുള്ളത്? സൂറത്ത് ആൽ ഇംറാനിൽ അത് വന്നു. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. അത് വേറെ തന്നെ വിശദീകരിക്കേണ്ട ഒരായത്താണ്. അതിന് മാത്രം നമ്മൾ വേറൊരു മജ്ലിസ് കാണേണ്ടത്. ഇവിടെ അതിന് തെളിവായി മാത്രം ഞാൻ ആ കാര്യം പറഞ്ഞുകൊണ്ട് അടുത്തയിലേക്ക് കടക്കാം. അന്ന ഖവാസുൽ ഖൽഖി അല്ലദീന ഹും അക്മലുൽ ഖലീഖ അഖ്ലാഖൻ വഉഖൂലൻ വറഅയൻ വസവാബൻ വഇൽമ വഹുമുർ റസൂലു വൽ അംബിയാ വൽ ഉലമാഉർ റബ്ബാനിയൂൻ ഖദ് ഷഹിദൂ ലില്ലാഹി ബിദാലിക്. ഒരു കാര്യത്തിൽ ഇതിലൊരു വിഷയം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കാര്യത്തിന്റെ സത്യവും അസത്യവും, ഒരു കാര്യത്തിന്റെ നന്മയും തിന്മയും അത് മനസ്സിലാക്കാനുള്ള ഒരു മാനദണ്ഡമാണെന്ത്? അതിലെ സാക്ഷികൾ ആരാണെന്നുള്ളത്, അതിലാരുണ്ട് കൂടെ എന്നുള്ളത് നോക്കേണ്ടത്. ലോകത്ത് ഏതൊരു പുതിയത് വന്നാലും എന്തൊക്കെ ഒരു ഫിത്ന വന്നാലും നമ്മൾ നടന്നു നോക്കേണ്ടത് യോഗ്യരായ ഹിബാറുകളായ ഉലമാക്കൾ, അതിന്റെ യോഗ്യരായ ആളുകൾ അതിലെന്ത് സ്റ്റാൻഡ് സ്വീകരിച്ചു. ഉദാഹരണമായി ഒരാളെ സംബന്ധിച്ചുള്ള ജർഹും തഅദീലുമായി ബന്ധപ്പെട്ട വിഷയം. ഇന്ന വ്യക്തി യോഗ്യനാണ്, യോഗ്യനല്ല. ലോകത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫിത്നയാണ്. അങ്ങനെയാണെങ്കിൽ എവിടെ നോക്കണം? ആരെ നോക്കണം? ജർഹു തഅദീലിന്റെ ജീവിച്ചിരിക്കുന്ന ഇമാമിങ്ങളായ ഉലമാക്കൾ എന്ത് സ്റ്റാൻഡ് സ്വീകരിച്ചു. അത് വിട്ടിട്ട് ഏതെങ്കിലും മൊയന്തുകൾ എന്തെങ്കിലും വിളിച്ചു പറയുമ്പോഴത്തേനും അത് ജർഹും തഅദീലുമായിട്ട് ഏറ്റവും വിളിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. ആ മൊയന്തന്മാരെ വിട്ടേക്ക്. ജർഹു തഅദീലിന്റെ യോഗ്യരായ ഇമാമിങ്ങൾ എവിടെ നിൽക്കുന്നു, ഉലമാക്കൾ എവിടെ നിൽക്കുന്നു, അങ്ങനെയാണ് അതിൽ നോക്കേണ്ടത്. അതാണ് ഈ സാക്ഷികള്. അവരെവിടെ ഉണ്ട്? എന്ത് കാര്യം കണ്ടാലും അവരതിലെന്ത് നിലപാട് സ്വീകരിച്ചു. നമുക്കപ്പ തോന്നുക അവരെടുത്ത നിലപാട് വളരെ മോശമായി പോയി, അല്ലെങ്കിൽ വളരെ ഇതായിപ്പോയി എന്നിരിക്കും. പക്ഷെ അതാണ്, അവരല്ലാഹനെ പേടിക്കുന്നവരാണ്, അവരാ കാര്യത്തിൽ അല്ലാഹനെ സൂക്ഷിക്കുന്നവരാണ്. പിന്നെ നമ്മൾ അവരെ ഹിസാബ് നടത്താൻ പോണ്ട. നമ്മളെക്കാൾ അല്ലാഹനെ സൂക്ഷിക്കുന്ന ആളുകളാണ്. അവരെ ഹിസാബ് പോലും പലരും നടത്താൻ നോക്കും.
ഫിത്നകളുടെ ഘട്ടങ്ങളിൽ സൂക്ഷിക്കേണ്ട വിഷയം അതാണ്. അതിനുള്ളൊരു ഷാഹിദാണ് ഈ വാചകം. ഇത് ശരിക്കും ഒരു അസുലാണ്, ഖായിദയാണ്, ഒരു അസുലാണ്, അല്ലെങ്കിൽ ഒരു ഖായിദയാണ്. അത് മനസ്സിലാക്കി വെച്ചിട്ട് അങ്ങനെ അവര് തമ്മിലാണ് ഭിന്നിപ്പെങ്കിലോ, അവര് പോലും ഭിന്നിച്ചു നിൽക്കുന്നതാണെങ്കിൽ അവരിൽ ഏറ്റവും യോഗ്യര് എവിടെ നിൽക്കുന്നു നോക്കാം. നമ്മൾ ആ കാര്യത്തിൽ വരെ നമുക്ക് വിവരം കുറവായിരിക്കും ചിലപ്പോൾ. ആരാണ് അതിന്റെ അഹലുകാരെന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഫിത്നന്റെ ഒരു വിഷയം എവിടെയാണ്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അവരിൽ ഏറ്റവും യോഗ്യരായ ആളുകൾ എവിടെ നിൽക്കുന്നോ അവിടെ നിന്നാ മതി. അവര് വാദിഹായി പറഞ്ഞവ നിന്നാ മതി. ഇനി എട്ടാമത്തത് അസ്സാമിൻ മാ അഖാമഹു അല്ലാഹു മിനൽ അദില്ലത്തിൽ ഉഫുഖിയ്യത്തി വനഫ്സിയ്യ. നമുക്കത് അതിൽ നിന്ന് ചുരുക്കിയെടുക്കേണ്ടത് ഇത്ര മാത്രമാണ്. മാ അഖാമഹു അല്ലാഹു മിനൽ അദില്ലത്തിൽ ഉഫുഖിയ്യത്തി വനഫ്സിയ്യ. മാ ഒന്ന്, ഏതൊന്നാണോ അഖാമഹു അല്ലാഹു, അല്ലാഹു അവയെ സ്ഥാപിച്ചിട്ടുണ്ട്, അല്ല സ്ഥാപിച്ചിട്ടുള്ളത്, അല്ല നിശ്ചയിച്ചിട്ടുള്ളത്, മിനൽ അദില്ല ദലീലുകളായി, തെളിവുകളായി, സൂചനകളായി, അൽ ഉഫുഖിയ്യത്തി, ഉഫുഖ് എന്ന് പറഞ്ഞാൽ ചക്രവാളം, അദില്ലത്തിൽ ഉഫുഖിയ്യ, അദില്ലത്തിന്റെ സിഫത്തായിട്ട് അവിടെ വന്നതുകൊണ്ട് ഉഫുഖിയ്യത്തായി. അപ്പൊ നമ്മള് മലയാളത്തിൽ പറയുമ്പോ ചക്രവാളികമായെന്നോ അങ്ങനെ പറയണ്ടേ, അങ്ങനെ എന്തെങ്കിലും പറയേണ്ടത്. ചക്രവാളത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ചക്രവാളപരമായ ദലീലുകൾ. വന്നഫ്സിയ്യ, നമ്മുടെ നഫ്സുകളിൽ, നമ്മൾ ഓരോരുത്തരുടെയും നഫ്സുകളിൽ, ശരീരങ്ങളിൽ, ആത്മാക്കളിൽ, അത് രണ്ടും ചേർന്നാൽ നഫ്സ് അങ്ങനെ പറയുമ്പോ നമ്മൾ ഓരോരുത്തരുടെയും സത്വങ്ങളിൽ, അതുപോലെ തന്നെ ചക്രവാളങ്ങളിൽ, നമ്മളിലും ചക്രവാളങ്ങളിലും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള തെളിവുകൾ, തൗഹീദിനെ അറിയിക്കുന്ന തെളിവുകൾ നമ്മുടെ നഫ്സുകളിലും ചക്രവാളങ്ങളിലും അള്ളാഹ് സ്ഥാപിച്ചിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. അവ മനസ്സിലാക്കലാണ്. അത് മനസ്സിലാക്കണമെങ്കിലും എന്തു വേണം? നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഇതിന്റെ ഒക്കെ അസിലും അടങ്ങുന്ന കാര്യം ഏതാണ്? തദബ്ബുറു ഹാദൽ ഖുർആനിൽ അലീം വത്തഅമ്മുലു ഫീ ആയാതി. അതാണ് വളരെ രസകരമായ ഒരു സംഭവം. ചക്രവാളങ്ങളിൽ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള തൗഹീദിനുള്ള ദലീലുകൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഖുർആൻ ഉള്ളിൽ കയറണം. അല്ലെങ്കിൽ എന്താ? അല്ലെങ്കിൽ ചക്രവാളങ്ങളിലുള്ളതൊക്കെ എന്താ? അത് അന്തരീക്ഷത്തിലെ പ്രതിഭാസങ്ങൾ, ചക്രവാളത്തിലെ പ്രതിഭാസങ്ങൾ, അല്ലെങ്കിൽ കുറെ ശാസ്ത്രങ്ങൾ. ഓരോന്നിനും ഓരോന്നാക്കിയിട്ട് ഇങ്ങനെ പിച്ച് ചീന്തിട്ട് ശാസ്ത്രമാക്കും. പച്ച ശാസ്ത്രം, ഈച്ചശാസ്ത്രം, ഇങ്ങനെ ഓരോന്നാക്കിയിട്ട് അത് വലിയൊരു സംഭവമായിരിക്കും. ഇതൊന്നും വേണ്ട. ഇതൊക്കെ നമുക്ക് അള്ളാഹു നമുക്ക് അവന്റെ തൗഹീദിന് നിശ്ചയിച്ചു തന്നിട്ടുള്ള ദലീലുകളായിട്ട് കാണാനുള്ള കണ്ണ്. അതിനൊരു മൂന്നാം കണ്ണ് വേണം, ഈമാന്റെ കണ്ണ്. അവരുടെ ശിരസ്സുകളിലുള്ള കണ്ണുകൾക്കെല്ലാം ആദ്യം ബാധിച്ചിട്ടുള്ളത്, നേരെ മറിച്ച് ഹൃദയങ്ങളിലുള്ള അബ്സ്വാറുകൾ അല്ലതീ ഫിൽ ഖുലൂബ്, ഹൃദയങ്ങളിലുള്ള അവരുടെ ഉൾക്കണ്ണുകൾക്കാണ് ആദ്യം ബാധിച്ചിട്ടുള്ളത് എന്ന് മുശ്രിക്കീങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് ഇന്നഹ ലാ തഅമൽ അബ്സ്വാർ, അഫലം യസീറു ഫിൽ അർദ്. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു ചോദിക്കുന്നു, അഫലം യസീറു ഫിൽ അർദ്, ഭൂമിയിലൂടെ അവർ സഞ്ചരിക്കാറില്ലേ? ഫതകൂന ലഹും ഖുലൂബുൻ, അപ്പോൾ അവർക്ക് ഹൃദയങ്ങൾ ഉണ്ടാവുന്നില്ലേ?
യഅഖിലൂന ബിഹ, അതുകൊണ്ട് ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്ന ഹൃദയങ്ങൾ. ഔ ആദാനുൻ, അല്ല അവർക്ക് കേൾവികളില്ലേ, യസ്മഊന ബിഹ, അതുകൊണ്ട് കാര്യങ്ങൾ ആവശ്യമുള്ളത് അള്ളാന്റെ വഹ്ദാനിയത്തിനെ സംബന്ധിച്ച് കേട്ട് മനസ്സിലാക്കുന്ന കേൾവി, അതൊന്നും അവർക്കില്ലേ. ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ, അല്ല അതവരുടെ കണ്ണുകൾക്കുള്ള ആന്ധ്യമല്ല. വലാകിൻ തഅമൽ ഖുലൂബ്, ഹൃദയങ്ങൾക്കുള്ള ആന്ധ്യമാണ്. അല്ലതീ ഫിസ് സുദൂർ, നെഞ്ചകങ്ങളിലുള്ള ഹൃദയങ്ങൾക്കുള്ള ആന്ധ്യമാണ് അവർക്ക് ബാധിച്ചിട്ടുള്ളത്. അപ്പോ അങ്ങനെ ഹൃദയങ്ങൾക്ക് അന്ധത ബാധിച്ചു കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നതിന് ഈ ഒരു മഹത്വം ഉണ്ടാവില്ല. തൗഹീദിന്റെ മഹത്വം കാണാൻ നമുക്ക് കണ്ണുകൾ കൊണ്ട് കഴിയില്ല. നേരെ മറിച്ച് അതിലെ ചാത്രം കാണാൻ നമുക്ക് പറ്റുള്ളൂ, അതിലെ വേറെന്തെങ്കിലും സാഹിത്യം കാണാൻ പറ്റും, അല്ലെങ്കിൽ പ്രകൃതി സൗന്ദര്യം കാണാൻ പറ്റും. സുബ്ഹാനക, അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിന അദാബൻ നാർ എന്ന് നരകശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിക്കുന്ന, ഇസ്തിഗ്ഫാർ നടത്തുന്ന, അതിലേക്ക് ക്ഷണിക്കുന്നതായി തീരണമെങ്കിൽ എന്തു വേണം? ആദ്യം ഇതിന്റെ ഒക്കെ മുഴുവൻ മെയിൻ കീ ഉണ്ട്, മാസ്റ്റർ കീ ഉണ്ട്. അതെന്താ? തദബ്ബുറു ഹാദൽ ഖുർആനിൽ അളീം, ഖുർആൻ ശരിക്കും പഠിച്ചിരിക്കണം. ഈമാൻ നമുക്കുണ്ടായിരിക്കണം. ഈമാനിന്റെ കണ്ണുകൊണ്ട്, ഹൃദയത്തിലെ ഈമാനിന്റെ കണ്ണുകൊണ്ട് നോക്കിയെങ്കിൽ ഇതൊക്കെ കാണുള്ളൂ. അങ്ങനെ അതിന് അല്ലാഹു ഇഷ്ടം മാതിരി ധാരാളക്കണക്കിന് എണ്ണിയാലൊടുങ്ങാത്ത അദില്ലത്തുകൾ അല്ലാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അൽ ഉഫുഖിയ്യ വൻ നഫ്സിയ്യ, ചക്രവാളങ്ങളിലും നമ്മൾ ഓരോരുത്തരുടെ നഫ്സുകളിലും. അല്ലത്തി തദുല്ലു അല തൗഹീദി, തൗഹീദിന് ദലീലുകളായിട്ടുള്ള അഅളമ ദിലാല, ഏറ്റവും വലിയ ദിലാലത്ത്, ഏറ്റവും മഹത്തരമായ ദിലാലത്ത്, തൗഹീദിനെ അറിയിക്കുന്ന. എന്തിനെയാണ് പ്രകൃതി പ്രതിഭാസങ്ങൾ, ചക്രവാളങ്ങളിലുള്ള ദൃഷ്ടാന്തങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കിയാൽ അതിൽ ഏറ്റവും വലിയ അറിയിപ്പ്, ഏറ്റവും വലിയ ദിലാലത്ത് എന്തിനെ കുറിച്ചാണ്? അള്ളാന്റെ വഹദാനിയത്തിനെ കുറിച്ചാണ്. പക്ഷെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആലോചിക്കാത്തത് അള്ളാന്റെ വഹദാനിയത്തിനെ കുറിച്ചാണ്. ലോകത്ത് എന്ത് സംഭവിച്ചാലും, ചക്രവാളങ്ങളിൽ എന്ത് നടന്നുകൊണ്ടിരിക്കുന്നുവെങ്കിലും, സൂര്യചന്ദ്രന്മാരുടെ ചലനങ്ങളിലും, ആകാശങ്ങളിലും, ഭൂമിയിലും, പർവ്വതങ്ങളിലും, ജീവജാലങ്ങളിലും, അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇലൽ സമാ കൈഫ റുഫിഅത് വഇലൽ അർദ് കൈഫ വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർദ് കൈഫ സുതിഹത്. എവിടെ നോക്കിയാൽ അഅളമു ദിലാല നമുക്ക് കിട്ടുക അല്ലാഹുവിന്റെ വഹദാനിയത്തിന്റെ. വതുനാദി അലൈഹി ബിലിസാനി ഹാലിഹാ, വതുനാദി അലൈഹി, വതുനാദി അല തൗഹീദ്, തൗഹീദിന് വേണ്ടി വിളിക്കുകയാണ്, തൗഹീദിലേക്ക് ക്ഷണിക്കുകയാണ്. തൗഹീദിനുള്ള ഏറ്റവും വലിയ ദഅവത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബിലിസാനി ഹാലിഹാ, അതിന്റെ ലിസാനുൽ ഹാല് കൊണ്ട്, നാവ് കൊണ്ട് എന്ന് പറയുന്നത് നമ്മൾ നാവ് കൊണ്ട് സംസാരിക്കുക എന്നുള്ളതല്ല, അതിന്റെ ഹാല് കൊണ്ടുള്ള സംസാരം കൊണ്ട്. അതാ ലിസാനുൽ ഹാൽ. ലിസാൻ രണ്ടെണ്ണാണ്. സംസാരം എന്ന് പറയുന്നതിന് രണ്ട് നാവുണ്ട്. ഒന്ന് നമ്മുടെ അവയവമായ നാവ്, അതാ ലിസാനുൽ ഖൗൽ ഔ ലിസാനുൽ മഖാൽ എന്ന് പറയാം. ലിസാനുൽ മഖാൽ. രണ്ടാമത്തെ ഒന്നുണ്ട്, നാവ് അനങ്ങിയിട്ടില്ലെങ്കിലും കാര്യം വ്യക്തമാണ്, പറഞ്ഞിട്ടില്ലെങ്കിലും വ്യക്തമാണെന്ന് പറയില്ലേ? ആ പറഞ്ഞിട്ടില്ലെങ്കിലും വ്യക്തമാകുന്നതാണ് ഏത്? ലിസാനുൽ ഹാൽ എന്ന് പറയുന്നത്. ആ അവസ്ഥ കൊണ്ട് തന്നെ വ്യക്തമാണ്. ഒന്ന് ലിസാനുൽ മഖാൽ, രണ്ടാമത്തേത് ലിസാനുൽ ഹാൽ. നഅം, ما أقامه الله من الأدلة الأفقية والنفسية التي تدل على التوحيد أعظم دلالة. توحيدنا أريكنا أعظم دلالة, ഏറ്റവും വലിയ ദിലാലത്ത്. വതുനാദി അലൈഹി ബിലിസാനി ഹാലിഹ, അതിന്റെ ലിസാനുൽ ഹാൽ കൊണ്ട് അവ തൗഹീദിലേക്കാണ് വിളിക്കുന്നത്. ബിമാ ഔദഅഹ വദീഅത്ത്, സൂക്ഷിപ്പ് സ്വത്തിനാണ് വദീഅത്ത് എന്ന് പറയാം, നിക്ഷേപം.
എന്ന് പറഞ്ഞാൽ നിക്ഷേപിച്ചു എന്ന വാക്കിനർത്ഥം. ഔദഅ ബിമ ഔദഅഹ അവയിൽ നിക്ഷേപിച്ചതിനാൽ, ബിമ ഒന്നുകൊണ്ട്, ബിമ ഒന്നുകൊണ്ട്, ഏതൊന്നുകൊണ്ട്? ഔദഅഹ അതിനെ നിക്ഷേപിച്ചിട്ടുണ്ട്, അവയിൽ അത് നിക്ഷേപിച്ചിട്ടുണ്ട്, ആ നിക്ഷേപിച്ച കാര്യങ്ങൾ കൊണ്ട്. ബിമ ഔദഅഹ അതിൽ അല്ലാഹു നിക്ഷേപിച്ചിട്ടുള്ള, അല്ല ഇട്ടുകൊടുത്തിട്ടുള്ള ആ ഒന്നുകൊണ്ടാണ് ഇത് ലിസാനുൽ ഹാല് കൊണ്ട് തൗഹീദിലേക്ക് വിളിക്കുന്നത്. എന്താണ് അവയിൽ അല്ല ഇട്ടുകൊടുത്തിരിക്കുന്നത്? മിൻ ലതായിഫി സുൻഅതിഹി, അതിന്റെ ബയാൻ, മിൻ ബയാൻ ചെയ്യാൻ. ലതായിഫി സുൻഅതിഹി അവന്റെ സുൻഅത്തിന്റെ ലതായിഫുകൾ, ലതീഫത്തുകൾ, അവന്റെ നിർമ്മിതിയുടെ സൂക്ഷ്മതകൾ, ലതായിഫുകൾ, വളരെ സൂക്ഷ്മമായ അവന്റെ നിർമ്മിതി. അല്ലാഹു നിർമ്മിച്ചിട്ടുള്ളത് വളരെ വളരെ സൂക്ഷ്മമായിട്ടാണ്, വളരെ പെർഫെക്റ്റ് ആയിട്ടാണ്, ഒരു ന്യൂനതയും ഇല്ലാതെയാണ്. അങ്ങനെ ലതായിഫു സുൻഅതി അവന്റെ നിർമ്മിതിയുടെ ലതായിഫുകൾ അതിൽ കാണാം. വബദീഇ ഹിക്മതിഹി അവന്റെ ഹിക്മത്തിന്റെ സൗന്ദര്യം. ബദാഇ എന്ന് പറഞ്ഞാൽ സൗന്ദര്യം, പുതുമ, അതിനാണ് ബദീഇ എന്നറിയാം. ബിദ്അ എന്നുള്ളത് ഇതിനാണ് പുതുമ. ദാല് ഐന് അതിന്റെ അസുഖം എന്ന് പറഞ്ഞാൽ പുതുമ എന്നാണ്. ബിദ്അത്ത് അതിന്നാ വന്നേ. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതിയതാണ്. ബദീഇ എന്ന് പറഞ്ഞാൽ പുതുമ, സൗന്ദര്യം, പുതുമയും സൗന്ദര്യവും ചേരുന്നതിനാണ് ബദീഇ എന്ന് പറയാം. വബദീഇ ഹിക്മതിഹി അള്ളാന്റെ ഹിക്മത്തിന്റെ സൗന്ദര്യം, അതിന്റെ പുതുമ, അത് നമുക്ക് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ദർശിക്കാം. വഗറായിബി ഖൽഖിഹി അവന്റെ പടപ്പുകളിലെ വൈചിത്രം, നമുക്കത് വിചിത്രമായി തോന്നും. അതാണ് ഖറായിബ്, അത്ഭുതം എന്ന് പറയുന്നത്. വഗറായിബി ഖൽഖിഹി അവന്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങൾ. ഖരീബത്ത്, ഖറായിബ്, അത്ഭുതം. അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ അത്ഭുതം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? എന്തിനാ അത്ഭുതം എന്നറിയാ? സാധാരണമല്ലാത്ത, അസാധാരണം, അതിനാ അത്ഭുതം എന്നറിയാം. അതാ ഖരീബത്ത്. ഖുർബത്ത് നിങ്ങൾ കേട്ടില്ല? ഖുർബത്ത് എന്താ? അത് തന്നെ, സാധാരണ എല്ലാരും പോലെയല്ല, അത് വേറൊന്ന്, അതിനാ ഖുർബത്ത്. അതാണ് ഖറായിബ്, അത്ഭുതങ്ങൾ എന്ന് പറയാൻ കാരണം, വിചിത്രമായത്, വൈചിത്ര്യം. വഖറായിബി ഖൽഖിഹി അവന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ, അവന്റെ ഹിക്മത്തിന്റെ ബദായിഉകൾ, ബദീഅത്ത്, സൗന്ദര്യവും പുതുമയും, അവന്റെ നിർമ്മാണത്തിന്റെ സൂക്ഷ്മതയും അവൻ അതിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇതൊക്കെ സൂക്ഷ്മത, നിർമ്മാണം, സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞ ഈ മലയാളം കൊണ്ട് തീർന്നതല്ല. അറബിയിൽ നിങ്ങളെ വാക്കുകൾ ഓരോന്ന്. ലത്തീഫത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന്റെ അതിന്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന അങ്ങേയറ്റത്തെ പെർഫെക്റ്റ്നെസ്, എന്താ പറയാ, പെർഫെക്റ്റ് ആണ്, സസൂക്ഷ്മമാണ് ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അതിനാണ് ലുത്തുഫ് എന്ന് പറയാം, ലത്തീഫത്ത് എന്ന് പറയാം. ലാമ ത്വാഇഫ. എന്നുള്ളത് സൗന്ദര്യവും പുതുമയും അറിയിക്കുന്ന വാക്കാണ്. പിന്നെ ഖറായിബ് എന്ന് പറഞ്ഞാൽ അത്ഭുതം. അപ്പോ അവൻ ആ പടപ്പുകളിൽ, അവന്റെ സൃഷ്ടികളിൽ ഇട്ടിട്ടുള്ള, നിക്ഷേപിച്ചിട്ടുള്ള അവന്റെ നിർമ്മാണത്തിന്റെ സസൂക്ഷ്മതയും അവന്റെ ഹിക്മത്തിന്റെ പുതുമയും സൗന്ദര്യവും അവന്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളും അതിലൂടെ നമുക്ക് കണ്ടെത്താം. അതിലൂടെ ആ കാര്യങ്ങൾ വിളിക്കുന്നുണ്ട്. ബിലിസാനി ഹാലിഹ അതിന്റെ ലിസാനുൽ ഹാല് കൊണ്ട്. ഏതിലേക്ക്? ഇല തൗഹീദ്. പക്ഷെ ആ വിളി ആർക്കേ കേൾക്കാൻ കഴിയൂ? അതിലെ സൗന്ദര്യം ആർക്കേ കാണാൻ കഴിയൂ? അതിലെ അത്ഭുതങ്ങൾ ആർക്കാണ് ആസ്വദിക്കാൻ സാധിക്കുക? അത് ഖുർആൻ ശരിക്കുള്ളിൽ കയറിയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ്. അപ്പൊ ഇത് അവസാനിക്കുകയാണ്. ഇനി അതില് ഈ 8 കാര്യങ്ങളും ചേർത്തുകൊണ്ട് ഷെയ്ഖ് വളരെ, ഈ 8 വിഷയങ്ങൾ പറഞ്ഞു. ഇനി 8 കാര്യങ്ങളും ചേർത്തുകൊണ്ട് ഒരു എന്താ പറയാ, അവസാനം ഒരു
ഇത് സംഗ്രഹിച്ച് ഒരു കൺക്ലൂഷൻ നമുക്ക് മുന്നിൽ തരുന്നുണ്ട്. അത് വേറെ തന്നെ നമ്മൾ വായിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് അത് തീരൂല എന്നുള്ളതുകൊണ്ട് ഞാനിപ്പോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 8 കാര്യങ്ങളും ഒന്നുകൂടി ബ്രീഫ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്തേത് നിങ്ങൾ പറയണം. അതിൽ നമുക്ക് ആവശ്യമുള്ള വരികൾ ഒന്ന് ചുരുക്കി പറയാവുന്ന വരികൾ വെച്ചിട്ട് അതിൽ തദബ്ബുറു അസ്മാഇഹി വസിഫാത്തിഹി വഅഫ്ആലിഹി എന്നുകൂടി. തദബ്ബുറു അസ്മാഇഹി വസിഫാത്തിഹി വഅഫ്ആലിഹി, അള്ളാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും അഫ്ആലുകളും തദബ്ബുർ ചെയ്യുക, പഠിച്ചു മനസ്സിലാക്കി ആലോചിക്കുക. അത് പഠിക്കണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ ആലോചിക്കണമെങ്കിൽ എന്ത് പഠിക്കണം? അഅ്ളമു ദിലാല ഖുർആൻ വസ്സുന്ന തുഫസ്സിറുൽ ഖുർആൻ. അസ്സാനി രണ്ടാമത്തേത് അൽ ഇൽമു ബിഅന്നഹു തആല അൽ മുൻഫരിദു ബിൽ ഖൽഖി വത്തദ്ബീർ ഐ അർറുബൂബിയ്യ, അന്നഹു അൽ മുൻഫരിദു ബിർ റുബൂബിയ്യതി ബിൽ ഖൽഖി വത്തദ്ബീർ. الثالث العلم بأنه المنفرد بالنعم الظاهرة والباطنة, പ്രത്യക്ഷവും പരോക്ഷവുമായ മുഴുവൻ അദ്ദീനിയ വദ്ദുനിയവിയ്യ മുഴുവൻ അനുഗ്രഹങ്ങൾക്കും അവൻ മാത്രമാണ് മുഴുവൻ അനുഗ്രഹങ്ങളും തന്നിട്ടുള്ളത് എന്നത് മനസ്സിലാക്കണം. അറാബിയ മാ നറാഹു വനസ്മഉഹു മിനസ്സവാബി ലിഔലിയാഇഹി വഉഖൂബതിഹി ലിഅഅദാഇഹി വമിൻ ഉഖൂബതിഹി ലിഅഅദാഇഹി. ഇത്രയാണ് അതിന്റെ ഷോർട്ടാക്കൽ. മാ നറാഹു വനസ്മഉഹു മിനസ്സവാബി ലിഔലിയാഇഹി വമിൻ ഉഖൂബതിഹി ലിഅഅദാഇഹി. പിന്നെ അഞ്ചാമത്തത് മഅരിഫത്തു ഔസാഫിൽ ഔസാനി വൽ അൻദാദ്, മഅരിഫത്തുൽ ഔസാഫി മഅരിഫത്തു ഔസാഫിൽ ഔസാനി വൽ അൻദാദ്. السادس اتفاق كتب الله على ذلك. السابع أن خواص الخلق قد شهدوا لله بذلك. الثامن ما أقامه الله من الأدلة الأفقية والنفسية، ما أقامه الله من الأدلة الأفقية والنفسية. فنكتفي بهذا القدر والله تعالى أعلم، وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.